വെൽക്കം ബാക്ക് ടു അവർ ചാനൽ കുക്ക് വിത്ത് സ്തുതി. അപ്പോൾ ഇന്ന് നമുക്ക് പാൽപ്പൊടിയൊന്നുമില്ലാതെ പാല് വെച്ചിട്ട് അടിപൊളി ടേസ്റ്റിൽ ബേക്കറികളിലൊക്കെ കിട്ടുന്ന മിൽക്ക് പേടയാണ് നമ്മൾ തയ്യാറാക്കുന്നത്. അപ്പോൾ ദീപാവലിക്ക് എന്തായാലും നിങ്ങൾ ഈ ഒരു മിൽക്ക് പേട ഒന്ന് തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വേഗം തന്നെ റെസിപ്പിയിലേക്ക് പോകാം. നമുക്ക് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി അടുപ്പിലൊരു പാൻ വെച്ചു. എന്നിട്ട് ആ നല്ല അടി കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്ക് പാനാണ് ഞാനിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിലേക്ക് ഞാനൊരു 3 പാക്കറ്റ് പാലോളം ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഒരു 1.5 ലിറ്റർ, 3 പാക്കറ്റ് എന്ന് പറയുമ്പോൾ ഒരു 1.5 ലിറ്റർ പാലുണ്ട്. അത് 3 ഒന്ന് പൊട്ടിച്ചൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ പാലെല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് ഇളക്കി തിളപ്പിക്കണേ. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇളക്കി കൊടുത്ത് തന്നെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ആദ്യമേ കുറച്ച് നേരം ഇത് കൈയെടുക്കാതെ ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. അപ്പോൾ ഞാൻ നല്ല രീതിയിലൊന്ന് ഇളക്കി ഒന്ന് തിളപ്പിച്ചെടുക്കാമേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, നമ്മുടെ പാല് നല്ല രീതിയിലൊന്ന് തിളച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെക്കുക. വെച്ചതിന് ശേഷം ഇനി നല്ല രീതിയിൽ ഇതൊന്ന് തിളച്ച് പറ്റിച്ചെടുക്കണം. അപ്പോൾ ആ ഒരു പരുവം വരെ നിങ്ങൾ നല്ല രീതിയിൽ ഇളക്കി തന്നെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഒന്നല്ല, ആദ്യമേ കുറച്ച് നേരം നല്ല രീതിയിൽ ഇളക്കുക, പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കിയാലും മതി. അപ്പോൾ ഈ ഒരു ടൈമൊക്കെ ആകുമ്പോൾ നല്ല രീതിയിൽ ഇളക്കി തന്നെ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് ഞാനിവിടേക്ക് ഒരു 1/2 ടീസ്പൂണോളം ഉള്ള നാരങ്ങ നീരാണ് എടുത്തു വെച്ചിരിക്കുന്നത്. 1/2 ടീസ്പൂൺ തന്നെ മതി, കൂടി പോകരുത്. ഒരു 1/2 ടീസ്പൂൺ നാരങ്ങ നീരിലേക്ക് ഞാനൊരു 2 ടീസ്പൂണോളം ഉള്ള വെള്ളം, നോർമൽ വെള്ളമില്ലേ, അതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറ്റി വെക്കാം. അതിനുശേഷം വീണ്ടും നമുക്ക് പാൽ എന്തായാലും നോക്കാം. കണ്ടോ, തിളച്ച് ഇതേപോലെ ഒരു ക്രീമി ടെക്സ്ചറിലോട്ട് മാറാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 1/4 ഭാഗമൊക്കെ ഒന്ന് പറ്റിയിട്ടുണ്ട് പാല്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഞാനിതിലേക്ക് ആ ഒരു കലക്കി വെച്ചിരുന്നില്ലേ നാരങ്ങ നീര്, അത് കുറേശ്ശെ ചേർത്ത് കൊടുക്കുക. ആദ്യമേ ഞാൻ 1 സ്പൂണൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യണം. നാരങ്ങ നീര് ഡയറക്റ്റ് ഒഴിക്കരുത്, വെള്ളത്തിൽ മിക്സ് ചെയ്ത് മാത്രമേ ഒഴിച്ചു കൊടുക്കാവൂ. ഡയറക്റ്റ് ഒഴിച്ചു കൊടുത്താൽ നമ്മുടെ പാല് പിരിഞ്ഞു പോകും. അപ്പം നമ്മൾ ആദ്യമേ 1 സ്പൂൺ ഒഴിച്ചു കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം വീണ്ടും അടുത്ത സ്പൂൺ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇളക്കി നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കി വന്നിരുന്ന ആ ഒരു കുറച്ചുകൂടെ ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാമേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലെല്ലാം ഞാൻ ആ നാരങ്ങ നീര് ഒഴിച്ച് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നാരങ്ങ നീര് ഇങ്ങനെ ഒഴിക്കുമ്പം നമ്മളുടെ ആ പേടയ്ക്ക് നല്ലൊരു ടേസ്റ്റും അതേപോലെ തന്നെ ഒരു അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമുക്ക് കിട്ടും നാരങ്ങ നീര് ഒഴിക്കുമ്പോഴേ. അതുകൊണ്ടാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് വീണ്ടും നമുക്ക് ഇളക്കിയെടുക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, വീണ്ടും ഞാൻ നല്ല രീതിയിൽ ഇളക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ഒരു 1/4 കപ്പോളമുള്ള പഞ്ചസാരയാണ് എടുത്തു വെച്ചിരിക്കുന്നത്. അതാദ്യമേ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ ഈ പഞ്ചസാര പാലിലേക്കൊന്ന് അലിയുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും ഞാൻ ബാക്കിയിരിക്കുന്ന പഞ്ചസാരയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ല രീതിയിൽ തന്നെ ഇളക്കി സൈഡിലൊക്കെ ഉള്ളതെല്ലാം ഇളക്കി ആ ഒരു പാനിലേക്ക് ഇട്ടിട്ട് തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ ഇവിടെ ഞാൻ നല്ല രീതിയിലെല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് പതിയെ ഒന്ന് ഇടയ്ക്ക് കൊടുത്താലും മതി, കണ്ടിന്യൂസ് ഇളക്കണമെന്നില്ല. അപ്പം വീണ്ടും ഇതേപോലെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്ത് ഇളക്കി റെഡിയാക്കി എടുക്കാവേ നമുക്ക്. അപ്പോൾ ഇവിടെ കണ്ടോ, നമ്മൾ ഇളക്കി ഇപ്പം നല്ല ഒരു ക്രീമി ടെക്സ്ചർ ആയിട്ടുണ്ട്. നമ്മുടെ പാല് കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഒരു ഗോൾഡൻ ഷെയ്ഡിലോട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇതുമല്ല, ഇനിയും നമുക്കിത് കുറുക്കിയെടുക്കണം. അപ്പോൾ വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് പറ്റിച്ചെടുക്കാമേ. അപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിൽ വെള്ളമയമൊക്കെ ഒന്ന് ചെറുതായിട്ട് പറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവത്തിലോട്ടൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവമല്ല നമുക്ക് വേണ്ടത്, കുറച്ചുകൂടെ ഒന്ന് പറ്റിക്കണം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളമുള്ള നെയ്യാണ്, അതൊന്ന് ചേർത്ത് കൊടുക്കുക. ചേർത്ത് കൊടുത്തതിന് ശേഷം ആ നെയ്യും ഇതും കൂടെ നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. മിക്സ് ചെയ്ത് വീണ്ടും അതിലുള്ള ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ നല്ല രീതിയിലൊന്ന് വറ്റിച്ചെടുക്കണേ. ഇപ്പോൾ ഇവിടെ കണ്ടോ, നല്ല രീതിയിലൊന്ന് വറ്റി നമ്മുടെ പാനിൽ നിന്നും വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഈ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂണോളം ഉള്ള നെയ്യും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു ടെക്സ്ചർ കറക്റ്റാണ്. കണ്ടോ, പാനിൽ നിന്ന് മാറ്റുമ്പോൾ നല്ല രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഒഴുകി പോകുന്ന പരുവമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോൾ നമുക്ക് ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്ത് ഇനി ഇതിൽ തന്നെ വെക്കരുത്, അടി കരിഞ്ഞു പോവും. അപ്പം തണുക്കാനായിട്ട് വേറൊരു പാത്രത്തിലേക്ക് നമുക്കൊന്ന് മാറ്റാമേ. അപ്പോൾ ഇവിടെ കണ്ട വേറൊരു പ്ലേറ്റിലേക്ക് ഞാനൊന്ന് തണുക്കാനായിട്ട് മാറ്റിയിട്ട് നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നല്ല രീതിയിലൊന്ന് തണുത്ത് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കൈ ഉപയോഗിച്ച് ഇത് നല്ല രീതിയിലൊന്ന്
കുഴച്ചെടുക്കാം. അപ്പോൾ ഇവിടെ ഞാൻ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ചെടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതേപോലെ കയ്യിലിട്ടൊന്ന് ഉരുട്ടി കൊടുക്കുക. ഉരുട്ടി കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേപോലെ റൗണ്ടായിട്ട് വേണമെങ്കിലും പേട ഉപയോഗിക്കാം. കടയിലൊക്കെ കിട്ടുന്ന രീതിയിൽ ഒന്ന് പരത്തി റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിപ്പം തൽക്കാലം ഇതേപോലെ നമ്മളുടെ കടയിലൊക്കെ കിട്ടുന്ന മുട്ടായി കവറിലൊക്കെ കിട്ടത്തില്ലേ, ഇതേപോലെ ഒന്ന് ജസ്റ്റ് ഇതേപോലെ ഒന്ന് ഉരുട്ടി കൊടുത്തതിന് ശേഷം ഈ ഒരു ഷേപ്പിലാക്കി എടുക്കുക. ഏത് ഷേപ്പിൽ വേണമെങ്കിലും അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഞാൻ ഈ ഒരു ഷേപ്പിലാക്കി കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ ഇതേപോലെ ബാക്കി ഇരിക്കുന്ന എല്ലാം ഞാൻ ഇതേ രീതിയിലൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ബേക്കറികളിലൊക്കെ കിട്ടുന്നത് പോലെ നമുക്കൊരു ഇതേപോലെയുള്ള ഒരു പേപ്പറിലേക്ക് വെച്ച് കൊടുത്ത് രണ്ട് സൈഡും നല്ല രീതിയിലൊന്ന് ജോയിൻറ്റ് ചെയ്തെടുത്താൽ നമ്മൾക്ക് ആ കടയിലൊക്കെ കിട്ടുന്ന പെർഫെക്റ്റ് ആയിട്ടുള്ള മിൽക്ക് പേടയാണ്. അപ്പം നല്ല ടേസ്റ്റിയാണ് കഴിക്കാനും. അപ്പോൾ ആദ്യമേ നമുക്കിത് ഉണ്ടാക്കുന്ന ദിവസം ഇതേപോലെ ഒന്ന് ഉരുട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ദിവസമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് നല്ല അടിപൊളിയായിട്ട് ആ ഒരു മിൽക്ക് പേടയുടെ ടേസ്റ്റിലും അതേപോലെ തന്നെ ആ ഒരു കട്ടിയിലും ഒക്കെ വരത്തുള്ളൂ. ആദ്യത്തെ ആ ഒരു ദിവസം കഴിക്കുമ്പോൾ നമുക്ക് ചെറിയൊരു ചൂയി ടൈപ്പായിട്ട് തോന്നും. എന്നാലും കുഴപ്പമില്ല, കഴിക്കാൻ വളരെ അടിപൊളി ടേസ്റ്റാണ്. പക്ഷേ 2 ദിവസമൊക്കെ ഇരുന്നിട്ടൊക്കെ ഒന്ന് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കറക്റ്റ് പേട അടിപൊളി ടേസ്റ്റാണ്. അധിക ദിവസമൊന്നും ഇരിക്കത്തില്ല, വേഗം തന്നെ കുഞ്ഞു കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ തീർന്നു. അത്രയ്ക്ക് ടേസ്റ്റി ആയിട്ടുള്ള ഈ റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് തരിക. അപ്പോൾ ഇതേപോലെ ഒരു പുതുപുത്തൻ റെസിപ്പിയിലൂടെ കാണുന്നിടം വരെ ബൈ ബൈ, ടേക്ക് കെയർ.